അൽഷിമേഴ്സ് ഡിസീസിൻ്റെ മെയിൻ കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് പറയുന്ന ഒന്ന് പ്രായമാണ്. ഇത് അൽഷിമേഴ്സ് ഡിസീസ് സാധാരണയായി 65 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരിലാണ് കാണുന്നത്. പക്ഷേ ഒരു 10% താഴെ നമുക്ക് കേസുകൾ ഒരു 30-40 വയസ്സിലും കാണപ്പെടാറുണ്ട്. അത് ജനിതക ഘടകങ്ങൾ കൊണ്ടും ഈ അസുഖം നേരത്തെ വരാം. ഒരുപാട് നാൾ വിഷാദം അനുഭവിക്കുന്നവരിലും അതുപോലെ ഇതിനു മുമ്പ് ഹെഡ് ഇഞ്ചുറി അല്ലെ തലയ്ക്ക് എന്തെങ്കിലും ആഘാതമേറ്റവരിലും ഈ അസുഖം നേരത്തെ വരുന്നതായി കാണാം. നമ്മുടെ ജീവിതശൈലി, അതായത് നമ്മുടെ വ്യായാമക്കുറവ്, അമിതവണ്ണം, അമിതമായുള്ള രക്തസമ്മർദ്ദം, അമിതമായുള്ള പ്രമേഹം, പുകവലി തുടങ്ങിയവ ഈ അൽഷിമേഴ്സ് ഡിസീസ് നേരത്തെ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് നമ്മൾ 3 സ്റ്റേജായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ആൾക്കാർക്ക് ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഓർമ്മക്കുറവ് കാണിക്കുന്നത്. അതായത് എന്നും കാണുന്ന ആൾക്കാരുടെ പേര് മറന്നു പോവുക, എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് മറന്നു പോവുക, അല്ലെങ്കിൽ വീട്ടിലെ തന്നെ മുറികളുടെ ദിശ മാറിപ്പോവുക, അങ്ങനെയായിരിക്കും ആദ്യം വരുന്ന സിംറ്റംസ്. അപ്പോൾ ഈ സ്റ്റേജിലേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിരിക്കും. ഈ ഓർമ്മക്കുറവ് അവരുടെ ചിന്തകളെയും ബാധിക്കും, അവരുടെ സംസാരവും കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെ പലരും തിരിച്ചറിയാൻ പറ്റാതെ വരും പലർക്കും. അതുപോലെ തന്നെ അവർക്ക് എഴുതാൻ പറ്റാതെ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അൽഷിമേഴ്സ് ഉള്ള പേഷ്യൻസിന് ഒരുപാട് മാനസിക സമ്മർദ്ദം വരികയും പലർക്കും ഇത് വിഷാദം, ഭയങ്കര ആങ്കർ ഒക്കെ കാണിക്കാം. ഹാലുസിനേഷൻസ് അഥവാ ഡെലൂഷൻസ് അങ്ങനെയുള്ള ചില തോന്നലുകളും ചിലർ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിംറ്റം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേജ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും അവരുടെ ഓർമ്മയെ അത് ഒരുപാട് ബാധിച്ച് അവർക്ക് ആരെയും തന്നെ തിരിച്ചറിയാൻ പറ്റാതെയും സ്ഥലം ഒന്നും എവിടെയാണെന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ സാധാരണ ഒന്ന് നിൽക്കാനോ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും മറ്റൊരാളെ കംപ്ലീറ്റ് ആയിട്ട് അവർ ആശ്രയിക്കേണ്ടിയും വരും. മിക്കവാറും ഈ സ്റ്റേജിൽ പല പേഷ്യൻസും ബെഡ് റിഡൺ ആകാനും ചാൻസ് ഉണ്ട്. ഈ ഘട്ടത്തിൽ അവർക്ക് മറ്റസുഖങ്ങൾ, സെക്കൻഡറി ആയിട്ടുള്ള ഇൻഫെക്ഷൻ, അണുബാധകൾ, ന്യൂമോണിയ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ വരാനും അത് മരണത്തിലേക്ക് വരെ നയിക്കാനും ചാൻസ് ഉണ്ട്. ഈ അൽഷിമേഴ്സ് ഡിസീസിന് ശാശ്വതമായി നമുക്ക് ഒരു പരിഹാരം ഇല്ല എങ്കിലും ഈ സിംറ്റംസ് അറിയുകയും ഇത് ഏർലിയായി കണ്ടുപിടിക്കുകയും ചെയ്താൽ, അങ്ങനെ ലഘൂകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻസിൻ്റെ ജീവിതശൈലി വളരെയേറെ മെച്ചപ്പെടുത്താനും കഴിയും.